ടീച്ചർ എന്താ എൻ്റെ മോളെ ശ്രദ്ധിക്കുന്നില്ലേ? അവളുടെ നോട്ട്ബുക്കിൽ ഒന്നും കാണുന്നില്ലല്ലോ, അവൾ എഴുതുന്നതൊന്നും ടീച്ചർ കറക്റ്റ് ചെയ്യുന്നില്ലേ? കോളേജിൽ ഡിഗ്രിക്ക് ചേർന്ന ഒരു കുട്ടിയുടെ അമ്മ ഏതാനും ആഴ്ചകൾക്ക് ശേഷം നൽകിയ ഒരു പരാതിയുടെ ഭാഗമാണിത്. സ്കൂളിൽ പഠിക്കുന്നത് പോലെ തന്നെയാണോ കോളേജിലും പഠിക്കുന്നത്? പല വ്യത്യാസങ്ങളുമുണ്ട് അല്ലേ? 12ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ബിരുദ പഠനത്തിനായി ഒരുങ്ങുന്നവർ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. നാം നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം വിജയകരമായി പൂർത്തിയാക്കി എന്നുള്ളത് തികച്ചും അഭിമാനകരമാണ്. അതിനായി നമുക്കെല്ലാ സഹായവും പിന്തുണയും നൽകിയ മാതാപിതാക്കന്മാരെക്കുറിച്ചും അധ്യാപകരെക്കുറിച്ചും വളരെ നന്ദി നിറഞ്ഞ മനസ്സോടെ നാം ഓർമ്മിക്കേണ്ടതാണ്. സ്കൂളുകളിൽ നമുക്കറിയാം, അധ്യാപകർ നിരന്തരമായി നമ്മെ നിരീക്ഷിച്ചും പ്രോത്സാഹിപ്പിച്ചും നമ്മോടൊപ്പം നിന്നതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ പഠനം ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിച്ചത്. കോളേജിലെത്തുമ്പോഴും എൻ്റെ പിന്നാലെ ടീച്ചർമാർ എന്നെ നോക്കി നടക്കും, എൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും എന്നിങ്ങനെ നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ പലതും അധ്യാപകരിലേക്ക് മാറ്റി പറഞ്ഞാൽ, അങ്ങനെ ചിന്തിച്ചാൽ അത് എല്ലായ്പ്പോഴും ശരിയാകണം എന്നില്ല. നമ്മുടെ സ്വന്തം അഭിരുചിയും താല്പര്യവും അനുസരിച്ച് നാം തിരഞ്ഞെടുക്കുന്ന ഒരു കോഴ്സിലേക്കാണ് നാം കോളേജിൽ ചേരുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം ഉത്തരവാദിത്വം പൂർണ്ണമായി വിജയത്തിനായി ഉപയോഗിക്കേണ്ടതാണെന്നുള്ള ബോധ്യവും സ്വയം പര്യാപ്തതയും അനിവാര്യമാണ്. എല്ലാ കാലവും മറ്റുള്ളവരുടെ പ്രോത്സാഹനവും മറ്റുള്ളവരുടെ പിന്തുണയും സഹായവും ഉണ്ടെങ്കിലേ എനിക്ക് മുന്നേറാനാവൂ എന്ന ചിന്ത തന്നെ നാം ഉപേക്ഷിക്കേണ്ടതാണ്. നമ്മുടെ സ്കൂൾ തലത്തിൽ നാം ഫിസിക്സിൽ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് ഇനേർഷ്യ. എന്താണ് ഇനേർഷ്യ? സ്വയം മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ്. മലയാളത്തിൽ അതിന് പറയുന്ന പേര് ജഡത്വം എന്നാണ്. എനിക്ക് എപ്പോഴും മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടും മറ്റുള്ളവരുടെ സഹായം കൊണ്ടും മാത്രമാണ് മുന്നേറാൻ സാധിക്കുന്നത്, മാറ്റം വരുന്നത് എങ്കിൽ ജഡത്തിന് സമാനമായ ചില സ്വഭാവങ്ങളോടുകൂടിയാണ് നാം ഇരിക്കുന്നത് എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് സ്വന്തം ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചുള്ള ബോധ്യവും സ്വയം മുന്നേറാനുള്ള തീരുമാനങ്ങളും കോളേജ് തലത്തിൽ പഠനത്തിനായി ചേരുമ്പോൾ നാം ആർജിച്ചെടുക്കേണ്ടതാണ്. നാം കോളേജിൽ പഠിക്കുന്ന വിഷയം നന്നായി പഠിച്ച് ബിരുദം പൂർത്തിയാക്കുന്നതോടെ കൂടുതൽ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, എല്ലാ മികച്ച തൊഴിലവസരങ്ങൾക്കും അടിസ്ഥാന യോഗ്യതയായി കണക്കാക്കുന്നതും ഒരു ബിരുദമാണ്. അതുകൊണ്ട് ഈ ബിരുദത്തിൻ്റെ പൂർത്തീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ നാം പൂർത്തിയാകുന്ന ബിരുദത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആർജിക്കുന്ന അറിവ് അപ്പാടെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തൊഴിൽ മേഖലകൾ ഒരുപക്ഷെ ലഭിച്ചു എന്നിരിക്കുകയില്ല. അതിനപ്പുറത്തേക്ക് നാം അവിടെയൊക്കെ പ്രയോജനപ്പെടുത്തുന്നത് മറ്റു പല സ്കിൽസുമാണ്. ആശയവിനിമയ പാടവം, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ്, സഹപ്രവർത്തകരുമായി സഹകരിച്ചു പോകാനുള്ള ശേഷി, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മാനിക്കാനുള്ള കഴിവ്, വളരെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് തുടങ്ങി പലതരത്തിലുള്ള സ്കിൽസ് നമുക്കുണ്ടാക്കിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമാണ് നമ്മുടെ കോളേജ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതിനായി വളരെ വിശാലമായ സൗകര്യങ്ങളും വിപുലമായ അവസരങ്ങളും എല്ലാ കലാലയങ്ങളിലുമുണ്ട്. വിവിധ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സുകൾ ഉൾപ്പെടെ പലതും നമുക്കവിടെ ലഭ്യമാണ്. എന്നാൽ എനിക്ക് ക്ലാസ്സിൽ കയറേണ്ടതായിട്ടില്ല, ഞാൻ കയറിയില്ലെങ്കിലും ആരും അറിയുന്നില്ലല്ലോ, ഞാൻ പരിപാടിയിൽ സംബന്ധിച്ചില്ലെങ്കിലും ആര് ശ്രദ്ധിക്കാനാണ് എന്നിങ്ങനെ ചിന്തിക്കുകയും സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ വാതിലുകളാണ് മുമ്പിൽ തുറന്നു കിടക്കുന്നതെന്ന് ബോധ്യം തോന്നി അത്തരം തെറ്റിദ്ധാരണകളിലൂടെ നാം സഞ്ചരിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ നാം പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള പല നേട്ടങ്ങളും വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ലഭിച്ചു എന്നിരിക്കുകയില്ല. അപ്പോൾ തീർച്ചയായും ഏതൊരു സ്വാതന്ത്ര്യവും മുമ്പിലുള്ളപ്പോഴും ചില നിയന്ത്രണങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കാനും അത് പാലിക്കാനുമുള്ള ഒരു ഉത്തരവാദിത്വം, അതിനുള്ള കഴിവ് നാം നമ്മുടെ കോളേജിൻ്റെ പഠനകാലത്ത് തുടക്കത്തിൽ തന്നെ നേടിയെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കായി ലഭിക്കുന്ന ഓരോ അവസരവും നാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതിലൂടെ എങ്ങനെയാണ് ഞാൻ ആത്മവിശ്വാസം നേടിയെടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു പുതിയ ബിരുദ പഠനത്തിനായി നാം തീരുമാനമെടുത്ത് ഒരു കോഴ്സിനായി ചേരുമ്പോൾ തീർച്ചയായും അതിൻ്റെ തുടക്കത്തിലുള്ള ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായാൽ പോലും അതിനെ നേരിട്ട് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏതൊരു പുതിയ വഴികളിലൂടെയുള്ള സഞ്ചാരവും തുടക്കത്തിൽ ചില അപരിചിതത്വങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാം. എന്നാൽ ആ വഴിയിലൂടെയുള്ള യാത്ര അനിവാര്യമാണെന്ന് തോന്നുമ്പോൾ സാവധാനം ആ വഴികളെ നാം ഇഷ്ടപ്പെടും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചേരുന്ന ഒരു പുതിയ കോഴ്സിൻ്റെ തുടക്കത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടാലും ലക്ഷ്യം നേടിയെടുക്കും എന്ന തീരുമാനവുമായി ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും പരമാവധി
ഉപയോഗപ്പെടുത്തി ഏറ്റവും ആഹ്ലാദകരമായി ആത്മവിശ്വാസം നേടി ഈ കോഴ്സ് പൂർത്തീകരിച്ചാൽ അത് ജീവിത വിജയത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമായി മാറും എന്ന ശുഭപ്രതീക്ഷയിൽ നമുക്ക് മുന്നേറാം.